കേച്ചേരിയിൽ നിന്ന് 2 കിലോമീറ്റർ മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് ഈ പെരുവൻമല. ഇടുങ്ങിയ റോഡാണ്, വണ്ടി പോവില്ല. ഒരു മഹാദേവ ക്ഷേത്രവും നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാൽനടയായിട്ട് തന്നെ പോകണം. ഒരു കുഞ്ഞു ഗേറ്റ്. കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് നടക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നടക്കുന്നവർക്ക് ഇവിടെ വരുമ്പോൾ സുഖമായിട്ട് നടന്നു പോകാൻ പറ്റും. ചുറ്റുപാടും വനങ്ങൾ, കൊച്ചു കൊച്ചു കാടുകൾ എന്ന് പറഞ്ഞ പോലെ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. ഞാൻ തന്നെ 8000 സ്റ്റെപ്പ് ദിവസം നടക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് നടന്ന് പോകുമ്പോൾ തന്നെ ഏകദേശം കിതച്ച്. എൻ്റെ സ്വന്തം നാടായ തൃശ്ശൂരിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണിത്. മോനെ, I love you, my
ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ, ഒരു ചിന്തകളില്ലാതെ നമ്മുടേതായ ലോകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ, 5 പൈസക്ക് ചിലവില്ലാതെ നമ്മുടെ തിരക്കുകൾക്കുള്ളിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ട്രെസ്സ്, നമുക്കുണ്ടാകുന്ന ഒരുപാട് ഡിപ്രഷൻസുകളുണ്ടല്ലോ, അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഒരുപാട് ടെൻഷനുകൾ കുറഞ്ഞു കിട്ടും എന്നുള്ളതിൽ വലിയൊരു അനുഭവമാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ എന്തൊരു സുഖമാണെന്നറിയോ, നല്ല കാറ്റുകൊണ്ട് ഈ പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് അമ്പലത്തിൻ്റെ ചാരത്തുള്ള ഈ മരക്കൊമ്പിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ഈ വായു ശ്വസിച്ചുകൊണ്ട് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിരിക്കാനുള്ളൊരു സുഖം. മാഷാ അല്ലാഹ്, ഗോഡ് ബ്ലെസ് യു. അള്ളാഹുവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ, ഈശ്വരനെ ഈ നിമിഷം നമ്മൾ ഓർക്കണം. അപ്പം നമ്മൾ എപ്പോഴും പ്രകൃതി നാച്ചുറലായിട്ടുള്ള സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ ഏകാന്തതയിൽ ഈശ്വര ചിന്തയിലേക്ക് തന്നെയാണ്. ഇതിൽ ആരും ഡിസ്റ്റർബില്ല, ആരുടെ ശല്യമില്ല, ഒന്നും കൊടുക്കാനോ വാങ്ങാനോ ഒന്നുമില്ല. സുഖം, ഇതുപോലൊരു സുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഗൈസ്. ഓക്കെ, പെരുവല്ലൂർ ആത്മലയ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡാൻസ് ട്രെയിനിങ് നമ്മളിവിടെ കാണാൻ പോകുന്ന അവസാന കാഴ്ചകളാണിത്. ഇവിടുത്തെ അധ്യാപകരും കുട്ടികളാണിത്.